ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ് ചെയ്യുന്നത്. മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ ഫില്ല് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ബദാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ എടുക്കുക. 1-2 ടേബിൾ സ്പൂൺ മതി. അത് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുന്തിരി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ അളവ് വെച്ചിട്ട് ഒരു 4-5 ബണ്ണാണ് നമുക്ക് നിറച്ചെടുക്കാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവെടുക്കുക. തേങ്ങ ഒന്നങ്ങ് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ആദ്യം തേങ്ങ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ളി ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒരുപാട് മെൽറ്റ് ആവണമെന്നില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാലും മതി. മൊത്തത്തിലൊന്ന് മിക്സ് ആയാൽ മതി. ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ. നിർബന്ധമൊന്നുമില്ല. നമ്മളെ കയ്യിൽ സാധനം ഉണ്ട്, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് ഞാനൊരു ഇത്തിരി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ 2 കളറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഇത്തിരി പിസ്തയുടെ എസൻസ് ചേർക്കുന്നുണ്ട്. 1-2 തുള്ളി. ശരിക്കും പറഞ്ഞാൽ പിസ്തേൻ്റെ എസൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങാക്കൂട്ട് ബന്നിൻ്റെ കൂടെ കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു ഫോട്ടോയിൽ ഭംഗി കിട്ടാൻ, അപ്പോൾ ചിലർ ചോദിക്കും ഫോട്ടോയിൽ എന്താ ഗ്രീൻ കളർ, ഇതിലെന്താ വൈറ്റ് കളർ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. പിസ്ത ചേർക്കണം നിർബന്ധമില്ല. ഓക്കെ. ഇനി പിസ്ത എസൻസ് ചേർക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റേ ആയിരിക്കില്ല. തേങ്ങേൻ്റെ കൂടെ പിസ്ത എസൻസിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ടൈപ്പിലുള്ള ബണ്ണ് വേണമെങ്കിലും എടുക്കുക. ഈ ഒരു രീതിയിൽ കിട്ടുന്നത് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ വാങ്ങിക്കുന്നില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റാണ്. വെറുതെ കഴിക്കാനൊക്കെ വേണ്ടി വാങ്ങിക്കുന്നുണ്ടല്ലോ അത്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. സ്ക്വയറിലുള്ളതാണെങ്കിൽ റൗണ്ടിലുള്ളതാണെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതുപോലെ വാങ്ങിക്കുന്ന ചെറിയ ബണ്ണുണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലത്തെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും. മുറിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബണ്ണിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു 4 ആയിട്ടങ്ങ് വരഞ്ഞിട്ട് സ്ക്വയർ പോലെ അങ്ങ് മുറിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മളെ മസാല ഫില്ല് ചെയ്യാനാണ്. ഇതിന് മുൻപ് നമ്മൾ ഇതുപോലെ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന നല്ല സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണിറച്ചത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ചുകൂടെ ബന്നിൻ്റെ ഉൾഭാഗത്തുള്ള പൊടികൾ കുറച്ചുകൂടെ അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തേങ്ങ നിറക്കാൻ പാകത്തിനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ബാക്കിയുള്ള പൊടി നമുക്ക് ആവശ്യമുണ്ട്, അതൊരു സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കണം. അപ്പോൾ ഒരു 5 ബണ്ണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബണ്ട് ഈ പൊടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒട്ടിക്കാനായിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒപ്പരം ഒഴിക്കേണ്ട, കാരണം പെട്ടെന്ന് കുതിരും. 1-2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു നമ്മൾ മൈദ കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കുമല്ലോ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിലേക്കൊക്കെ എത്തും. അപ്പോൾ എക്സ്ട്രാ മൈദ കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഈ ഒരു രീതിയിലായി കിട്ടും. അപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബന്നിൻ്റെ ഉള്ളിൽ തേക്കാനായിട്ട് ഒരു ഇത്തിരി മധുരമുള്ള വൈറ്റ് സോസ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇത് എവിടെ തന്നെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ. അതായത് മുൻപൊരു ബ്രെഡിൻ്റെ റെസിപ്പിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബന്നിൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടെ വരുന്ന സമയത്ത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു ബണ്ണ് എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ വൈറ്റ് സോസ് ഒരു 1-2 സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക. നമ്മൾ മുൻപ് ഒരു സ്പൈസി ആയിട്ട് ബണ്ണ് നിറച്ചിട്ടുണ്ടല്ലോ മുട്ട വെച്ചിട്ടുള്ളത്, അതിലും ഏകദേശം ഇതുപോലെ ഒരു വൈറ്റ് സോസ് ഗാർലിക്കൊക്കെ വെച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് ബണ്ണ് നിറച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്കിനി അതൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്നത് നമ്മൾ ആദ്യം മുറിച്ച് മാറ്റി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇത്തിരി മേൽഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വെച്ച് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം.
എന്നിട്ട് ബണ്ണിൻ്റെ പൊടി ഇതുപോലെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കറക്റ്റ് സൈഡിലൂടെ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബണ്ണും അതുപോലെ തന്നെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ആ പഞ്ചസാര അലിയുന്നത് വരെ. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാച്ചിട്ടുള്ള പാലെന്നല്ല, ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു എഗ്ഗിൻ്റെ കൂട്ട് എന്ന് പറയുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യില്ലെങ്കിൽ ഓയിലായാലും മതി, നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടിൽ ആദ്യത്തെ ബണ്ണ് എടുത്തിട്ട് ഒന്നങ്ങ് മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശം പാനിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യം ചെറിയ തീയിൽ ചെയ്താൽ മതി, കാരണം പെട്ടെന്ന് തന്നെ റെഡിയാവും, പിന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് ഒന്ന് പതുക്കെ തിരിച്ചിട്ടെടുക്കുക. ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആവും, അവിടെ വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും, കാരണം സൈഡൊക്കെ മുരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഒരുപാട് കരിയാനും പാടില്ല. അപ്പോൾ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ ഒന്നിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, തിരിച്ചും മറിച്ചു വിടാനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി കിട്ടിക്കോളും. ഇനിയിപ്പം ഈ ഒരു മുട്ടയിലും പാലിലൊക്കെ മുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മുട്ടയും പാലൂടെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവും ഈ ഒരു ബണ്ണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുത്താലും മതിയാകും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ശരിക്കും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ ഒരു കൂട്ടും പിന്നെ നമ്മൾ എക്സ്ട്രാ വൈറ്റ് സോസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന സമയത്ത് നല്ല സ്പോഞ്ചായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പം ഏകദേശം എല്ലാവരും ചെയ്തു വെക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ ടിപ്സൊക്കെ ചേർത്തിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി എത്തിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.